ഉണ്ണി മുകുന്ദന്റെ ദ സോ കോൾഡ് മാനേജർ അല്ലേ? അപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നം, അതിൽ ഉണ്ണി മുകുന്ദൻ ആദ്യം ഒരു എഴുതിയിട്ട എക്സ്പ്ലനേഷൻ മാത്രമായിരുന്നു ഇന്നലെ വരെ മലയാളികളുടെ മുന്നിലുണ്ടായിരുന്നു. ഇന്നലെ പ്രസ്സിനെ അഡ്രസ്സ് ചെയ്ത്, മീഡിയനെ അഡ്രസ്സ് ചെയ്ത് ഉണ്ണി മുകുന്ദൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനടാ എന്ന് പറഞ്ഞു. ഒറ്റയ്ക്കല്ലേ? ഒറ്റയ്ക്ക് കുറച്ചധികം നേരം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളിലൂടെ ഒന്ന് പോയി നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോയി നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം അപ്പുറത്ത് വിപിൻ നാട് നടന്ന് എല്ലാ ചാനലിലും ഓടിപ്പിടിച്ച് ഇനിയിപ്പോൾ എവിടെ നോർത്തിൽ വരെ മാർക്ക് എവിടെയൊക്കെ ഹിറ്റായി അവിടെയൊക്കെ പോയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഏകദേശം ഒരു 2 ആഴ്ചത്തോളം മുന്നേ എനിക്കൊരു അൺനോൺ നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നിരുന്നു. ഈ കോളിൽ എനിക്ക് ഒരു ലേഡിയാണ് എന്നോട് സംസാരിച്ചത്. അൺനോൺ കോൾ ആയതുകൊണ്ട് ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഫേസ് വാല്യൂ എടുത്തില്ല. പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര ഗ്രീവൻസും ഭയങ്കര ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള കാര്യങ്ങളാണ് എന്നോട് പങ്കുവച്ചത്. എനിക്ക് പരിചയമുള്ള 3-4 പേരുടെ പേരുകൾ ഇവർ എടുത്ത് പറഞ്ഞു. ഇതിൽ ഒരു പേര് ഈ പറയുന്ന വിപിൻ്റെയും കൂടിയായിരുന്നു. ഒപ്പം എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ വേറൊരു സുഹൃത്തിന്റെ പേരും കൂടി പറഞ്ഞിരുന്നു. ഈ 2 പേരും ഞാൻ ഇമ്മീഡിയറ്റ്ലി കോൾ ചെയ്ത് സംസാരിച്ചു. ഇങ്ങനത്തെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട്. വിച്ച് ഈസ് എ വെരി ഭയങ്കര ക്രിമിനൽ സ്പേസിലുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത് എന്നോട്. ഈ കാര്യങ്ങളാണ് ഞാൻ ഈ അടുത്തായിട്ട് ഓണറബിൾ DGPക്കും ADGPക്കും വിത്ത് പ്രൂഫുകൾ ഞാൻ അയച്ചു കൊടുത്തേക്കണം. ഒരാൾ സൈലൻസ് ആയിരുന്നു ഈ കോളിൽ. രണ്ടാമത്തെ ആളെന്ന് വിപിൻ അതിനെ ഇങ്ങനെ അൺനോൺ നമ്പറിലൊക്കെ വിളിക്കുന്ന കോൾസ് നമ്മൾ എൻ്റർടൈൻ ചെയ്തിരുന്നു. വിച്ച് ഇസ് ഫെയർ. ഞാനത് വിട്ടു കളഞ്ഞു. ഒരു 2 ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ എനിക്ക് പിന്നെയും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി. എന്നെ ഒരാൾ വിളിച്ച് ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായ കാര്യങ്ങൾ എന്നോട് പങ്കുവച്ചു. അത് മലയാള സിനിമയുടെ വളരെ പ്രോമിനൻ്റ് ആയ ഒരു ഫീമെയിൽ സിംഗിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അവരെന്നോട് ഇവർക്ക് ഉണ്ടായ മോശപ്പെട്ട അനുഭവങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞ വളരെ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഈ വ്യക്തിയുടെ, ദാറ്റ് ഈസ് വിപിൻ എന്ന് പറയുന്ന എൻ്റെ സോ കോൾഡ് മാനേജർ ആയിരുന്നു എന്ന് അവകാശപ്പെടുന്ന വ്യക്തി പങ്കുവെച്ച കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത്. എൻ്റെ സ്വഭാവം വെച്ച് ഞാൻ ജെനുവിൻലി ഫസ്റ്റ് ഫോൺ കോൾ ഇയാൾക്ക് തന്നെയാണ് വിളിക്കാറ്. ഞാൻ അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യാനോ മറ്റും നിൽക്കാറില്ല. എന്നാൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ഡയറക്ടർ സുഹൃത്തിനോട് ഞാൻ ഈ കാര്യം പങ്കുവെച്ചു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്. ഈ ഡയറക്ടർ ഈ പറയുന്ന സുഹൃത്തിനെ വിളിക്കുന്നു. ഇവർ തമ്മിൽ സംസാരം ഉണ്ടായി. അയാൾ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഡയറക്ടർ സുഹൃത്ത് തിരിച്ചു വിളിച്ചു. ഉണ്ണി നേരിട്ട് പോയി സംസാരിക്കണം, ഈ ഇഷ്യൂ ഇവിടെ തന്നെ സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഇഷ്യൂ ഉണ്ടായ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നത്. ദാറ്റ് ഈസ് വിപിൻ കുമാർ എന്ന വ്യക്തി ഇയാളോട് മാപ്പ് പറഞ്ഞു. ഈസ് സോറി ഫോർ വാട്ട് ഹാസ് ഹാപ്പൻഡ് എന്ന് മാപ്പ് പറഞ്ഞതുകൊണ്ട് അത് എന്നോട് നേരിട്ട് പറഞ്ഞാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നി. ബിക്കോസ് ഞാൻ അയാളെ ഒരിക്കലും അയാൾ അവകാശപ്പെടുന്ന പോലെ ഒരു ഡെസിഗ്നേറ്റഡ് ലെവലിൽ നിൽക്കേണ്ട അപ്പുറത്താണ് ഞാൻ പുള്ളിൻ്റെ ഒരു സുഹൃത്തായാണ് കരുതുന്നത്. എന്താണ് നിങ്ങളുടെ കോൾ? എന്താണ് തോന്നുന്നത്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതായത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി എനിക്കറിയാം. കാരണം എന്താ അറിയോ, ഇതിനകത്ത് ഉണ്ണി മുകുന്ദൻ പറയുന്നത് ഒരു റാൻഡം സ്ട്രേഞ്ചർ ആരോ ഒരാൾ ഒരു അൺനോൺ കോൾ വിളിച്ചു. ഓക്കെ, അൺനോൺ കോള് ആരാന്നറിയില്ല. ഇപ്പോൾ ഞാൻ അത്യാവശ്യം യൂട്യൂബിൽ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതും കുഴപ്പമില്ലാതെ പബ്ലിക്കിൻ്റെ മുന്നിൽ ഇങ്ങനെ എന്താ പറയുക, കണ്ടാൽ എന്നെ തിരിച്ചറിയാവുന്ന കോലത്തിലുള്ളൊരു മനുഷ്യനാണ് നിങ്ങൾ കരുത്. അങ്ങനെ അല്ലെങ്കിലും കരുത്. ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതുകൊണ്ടും ഇങ്ങനത്തെ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുന്നതുകൊണ്ടും അൺനോൺ നമ്പറിലെ കോളുകൾ ഞാൻ എടുക്കുന്നത് വളരെ കുറവാണ്. മനസ്സിലായോ? ഇന്ന് തന്നെ ഉണ്ടായ ഇൻസിഡൻറ്റ്, ജിത്തുബായി നമ്പർ കൊടുത്തു, അവരെനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ റിവേർട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ പകുതി അത് സ്റ്റക്കായി. കാരണം നിങ്ങൾ തന്നെ കൊടുത്ത ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ണി മുകുന്ദനെ പോലുള്ള ഒരാൾ അൺനോൺ നമ്പർ റാൻഡമായിട്ടൊരു കോൾ പിക്ക് ചെയ്യും. അതിൽ ഉണ്ണി എന്ന് പറഞ്ഞിട്ടില്ല, ഇതിൻ്റെ മുന്നേയും മാനേജർ ഉണ്ടായിരുന്ന സമയത്ത് അത് എൻ്റർടൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നല്ല പറഞ്ഞു. ഏത് ഈ അൺനോൺ എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല എന്ന് മാനേജർ പറഞ്ഞു. വിപിനോട് വിളിച്ചു വെച്ചപ്പോൾ എൻ്റെ ഒരു വലിയ ഡൗട്ട് ഇതിൽ ഉണ്ണീൻ്റെ എക്സ്പ്ലനേഷനിൽ ഇരിക്കുന്നത് എന്താ വെച്ചെങ്കിൽ, ഇങ്ങനത്തെ ഒരു റാൻഡം ഒരു അൺനോൺ കോള് വന്നു കഴിഞ്ഞാൽ ഓക്കെ, അത് ഇനിയിപ്പോൾ ബൈ ചാൻസ് അറ്റൻഡ് ചെയ്തു, അതിനകത്ത് നമ്മളുടെ ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ഫ്രണ്ട്സിനെയും നമ്മുടെ അസോസിയേറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളെയും കുറിച്ച് മോശമായിട്ട് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മളത് നിങ്ങൾ ആരത് പറയുന്നത് ഫോൺ കട്ടാക്കിപ്പോൾ നമ്മളത് കേൾക്കാൻ നിൽക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. പക്ഷെ ഉണ്ണി അത് ഫുള്ള് കേട്ടതിന് ശേഷം അവരെ വിളിച്ച് ചോദിക്കുന്നു. സോ ഞാൻ പറയുന്നത് അങ്ങനെ കോള് വന്നിട്ടില്ല എന്നല്ല കേട്ടോ, ആ കോള് വന്നിട്ടുണ്ടാവും. ആ കോൾ ഒരിക്കലും ഒരു അൺനോൺ പേഴ്സൺ ആയിരിക്കില്ല.
ചിലപ്പോൾ അയാളെ ഹൈഡ് ചെയ്ത് വെച്ചതാവാൻ ചാൻസ് ഉണ്ട്. അല്ല, ഇയാള് ആ ഒരു കോള് വന്ന വ്യക്തിയെ ഉണ്ണിമൂന്തൻ അതൊരു അൺനോൺ പേഴ്സൺ എന്നുള്ള രീതിക്കായിരിക്കാം നമ്മളോട് പറഞ്ഞു തന്നത്. അല്ല, എന്താ അറിയോ, ചിലപ്പോൾ ഈ പറഞ്ഞ ആരെ പറ്റിയാണോ പറഞ്ഞത് അയാൾക്കും ഉണ്ണിക്കും നല്ലോണം പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഉണ്ണി അതൊരു അൺനോൺ കോളാക്കി മാറ്റിയതായിരിക്കും. ഡെഫിനറ്റ്ലി ഉണ്ണിക്ക് ഈ വിപിനെ കുറിച്ചുള്ള ഒരു അലാമ കിട്ടിയിട്ടുണ്ട്. ഉണ്ണിയുടെ ചുറ്റും നിൽക്കുന്ന വേറെ കുറച്ച് ആളുകളെ കുറിച്ചിട്ടും ഒരു അലാമിങ് കിട്ടിയിട്ടുണ്ട്. അതായത് നിന്റെ കൂടെ കൊണ്ട് നടക്കുന്ന ആളുകൾ ഇന്നതുപോലെയാണ് നിന്നെ കുറിച്ച് പല സ്ഥലങ്ങളിലും പറയുന്നതും അവരുടെ പ്രവർത്തികളും കാരണം നിനക്ക് ഒരുപാട് ദോഷങ്ങൾ വരാം. ഇത് കൃത്യമായി ഉണ്ണിയിലേക്ക് ആരൊക്കെയോ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഒരു ചുരുക്കം. അല്ലാതെ ഉണ്ണി പറയുന്ന പോലെ പെട്ടെന്ന് ഒരാൾ ആര് പറയാത്ത ഒരാൾ വിളിച്ചതല്ല. ആ എത്തിച്ചു കൊടുത്ത ആളും ഉണ്ണിക്ക് വിശ്വസ്തനായിട്ടുള്ള ഒരാളാവും ഓബിയസ്ലി. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ലേഡി ആക്ട്രസിനെ കുറിച്ചും പറയുന്നുണ്ട്. ഓക്കെ, അത് പിന്നെ ഉണ്ണി ഓൾറെഡി പറയുന്നതാണ്. ഒരു ലേഡി ആക്ട്രസ് ഇതേപോലെ മോശമായിട്ട് ഉണ്ണിയെ കുറിച്ച് അവരോട് പറഞ്ഞ കാര്യം ഉണ്ണിയിലേക്ക് എത്തിച്ചു എന്നുള്ളതൊക്കെ പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഈ വിപിനെയും പിന്നെ വേറൊരാളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ രണ്ടുപേരെയും വിളിക്കുന്നു, സംസാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ണി ഇതിനു മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പക്ഷെ എനിക്ക് ഈ അൺനോൺ നമ്പറിൻ്റെ സംഗതി അല്ലെങ്കിൽ റാൻഡമായിട്ട് പെട്ടെന്ന് ഒരാൾ വിളിച്ച സംഗതി എനിക്ക് അത്രത്തോളം ഡൈജസ്റ്റ് ചെയ്തില്ല. അറിയുന്ന ആരെങ്കിലും തന്നെയായിരിക്കും വിളിച്ചിട്ട് ഇതേപോലെ നീ സൂക്ഷിച്ചോളൂ. അല്ല, അത് ചിലപ്പോൾ ഒരു പക്ഷേ എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരാൾ അറിയണ്ടെന്ന് വെച്ചിട്ടായിരിക്കും. പക്ഷേ എനിക്കാണെങ്കിൽ ഇങ്ങനെയും പറയാവുന്നതുണ്ടെന്നുള്ളൂ. നമ്മളെല്ലാവരും ഒരു കോമൺ ആയിട്ടുള്ള ഒരാൾ, പക്ഷെ ഞാൻ ആരാന്ന് വെളിപ്പെടുത്തുന്നില്ല എന്ന് പറയും. ചിലപ്പോൾ ഞാൻ അത് കൂടുതൽ വിവാദത്തിൽ പോകണമെന്ന് വെച്ചിട്ടായിരിക്കണം. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഹു ആർ പ്രൊഡ്യൂസേഴ്സ്, പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ്, എന്തിനാ നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് എൻ്റെ ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. അപ്പോൾ ഒരു സിനിമ എന്നിലേക്ക് എത്തണമെങ്കിൽ ആർക്കും എപ്പോൾ വേണമെങ്കിൽ വിളിക്കാം. ആ കൂട്ടത്തിൽ പെടുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ ആദ്യത്തെ സിനിമയിൽ, പ്രൊഡക്ഷൻ കമ്പനിയുടെ ആദ്യത്തെ സിനിമയിൽ 3 വർഷത്തോളം എൻ്റെ ചുറ്റും നിന്നപ്പോൾ എന്നിലേക്ക് പെട്ടെന്ന് ആക്സസ് കിട്ടാനുള്ള സാധ്യത ഇയാളിലൂടെ ഉണ്ടായിരുന്നു എന്ന് സത്യമാണ്. എന്നാൽ അയാളെ ഞാൻ ഓൾറെഡി എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഞങ്ങൾ തമ്മിൽ ഒരു അന്തർധാര അല്ലെങ്കിൽ ഒരു ധാരണ ഓൺ പേപ്പർ ഉണ്ടായിട്ടില്ല. ബിക്കോസ് ലെറ്റ്സ് സിനിമയിൽ വളരെ പ്രോമിനൻ്റ് ആയ ഒരു പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ മാനേജറും എക്സിക്യൂട്ടീവ് കൺട്രോൾ ആയിട്ട് നിൽക്കുന്ന ഒരു, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വളരെ പ്രിയപ്പെട്ട ബാദുഷ ചേട്ടനുണ്ട്. പുള്ളി നമുക്ക് കുറെ പ്രൊജക്ടുകൾ കൊണ്ടുവരാറുണ്ട്. അപ്പൊ എനിക്ക് ഒരിക്കലും പുള്ളിനെ എന്റെ മാനേജറായിട്ട് കൂട്ടാൻ പറ്റില്ല. പുള്ളി ആ ഇതില്ല. ഞാൻ അത് എക്സാംപ്ലിഫൈ ചെയ്യണം. വാട്ട് ഇസ് ദ സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ ഇതിന് വിപിനുമായിട്ടുള്ള ഉണ്ണിയുടെ റാപ്പുമാണ്. വിപിൻ പറയുന്നു, വിപിൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ണിമൂന്തന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഉണ്ണിമൂന്തൻ പറയുന്നു ഒരു മാനേജറായിട്ട് എഴുതി പേപ്പറിൽ വെച്ചിട്ടല്ല ഈ പരിപാടി. ബട്ട് ഉണ്ണി തന്നെ പല പ്രാവശ്യമായിട്ട് ഫ്രണ്ട് ആയിട്ടാണ് കണ്ടിട്ടുള്ളതെന്നാണ് പറയുന്നത്. മാനേജർ ഒരു ഒഫീഷ്യൽ പോസ്റ്റിൽ വെക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഫ്രണ്ട് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഉണ്ണിമൂന്തനെ ആക്സസ് ചെയ്യാൻ കൂടുതലായിട്ട് ഈ വ്യക്തിയിലൂടെ സാധിക്കും എന്നുള്ളത് ആരാണ് സ്റ്റാമ്പ് ചെയ്ത് കൊടുത്തത് സൊസൈറ്റിക്ക്? ഉണ്ണിമൂന്തൻ തിയേറ്ററിൽ പോപ്കോൺ കഴിക്കാൻ പോകുമ്പോൾ വിപിൻ അപ്പുറത്തുണ്ടാവും. ഉണ്ണിമൂന്തൻ കല്യാണ വീട്ടിൽ പോകുമ്പോൾ വിപിൻ കാറിൻ്റെ അപ്പുറത്തുണ്ടാവും. ഉണ്ണിമൂന്തൻ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ കിറ്റും പിടിച്ച് വിപിൻ അപ്പുറത്തുണ്ടാവും. എവിടെ നോക്കിയാലും വിപിൻ എന്തുണ്ട്, വേതാളം വിക്രമാദിത്യം വേതാളം ടൈപ്പിന് ഉണ്ണിമൂന്തൻ്റെ കൂടെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് എവിടേക്കോ പറയാതെ തന്നെ പറഞ്ഞ് രജിസ്റ്റർ ആയ ഒരു കാര്യമാണ് എന്ത്, ഉണ്ണിമൂന്തൻ്റെ അടുത്ത് എത്തണോ? ലാലേട്ടൻ ഈ പറഞ്ഞ നമ്മുടെ ഇയാള് അങ്ങനെ പേരെന്ത് ചെയ്യുന്നത്, നമ്മളെ ആന്റണി പെരുമ്പാവൂര്, ആൾക്കാരെ പേര് ഒന്നും വേണ്ട. നമ്മളത്ര റേഞ്ചിൽ വലിയ വലിയ ആൾക്കാരെ കുറിച്ചല്ലാതെ നമ്മൾ വളരെ നോർമൽ സാധാരണക്കാരെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് സായിനെ വിളിച്ചാൽ കിട്ടുമെന്ന് വെച്ചിട്ട് എൻ്റെ അടുത്ത് വിളിച്ചു അതന്നെ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, സായിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സായിനോടൊന്ന് പറയോ. ഇന്ന് രാവിലത്തെ ദിവസം അങ്ങനെ. അപ്പം അതാണ് വിഷയം. അതായത് എവിടെയും പറഞ്ഞ് രജിസ്റ്റർ ആക്കണം എന്നില്ല, ബട്ട് എങ്ങനെയൊക്കെയോ അത് രജിസ്റ്റർ ആയി പോയൊരു സംഗതിയാണ്. ഓക്കെ, അപ്പോൾ അത് ഡോക്യുമെൻ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതൊരു മാനേജർ എന്നുള്ള പൊസിഷനിലേക്ക് കൊണ്ടുവരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെയാണ് ഇൻഡസ്ട്രിക്കകത്ത്. ഓക്കെ, പലരും അങ്ങനെയാണ്, ആ ഒരു റാപ്പോ കീപ്പ് ചെയ്തിട്ടാണ് പോവുക. പക്ഷെ അതിലൊരു മുതലെടുപ്പ് ആര് നടത്തി? വിപിൻ ഡെഫിനറ്റ്ലി നടത്തിയിട്ടുണ്ട്. ഓക്കെ, ഉണ്ണിയെ വെച്ച് വിറ്റ് വില വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഉണ്ണിമൂന്തനോട് ഉണ്ണിമൂന്തൻ ഫാൻസ് തന്നെ എത്രയോ വട്ടം പറഞ്ഞിട്ടുള്ള കാര്യം എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനതിവിടെ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവൻ ഉണ്ണിയെ പെടുത്തും, ഇവൻ ഉണ്ണിക്കിട്ട് പണിയും. ഞാൻ ആ വീഡിയോ ഇട്ടപ്പോഴൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അല്ല, നമ്മൾ ആവശ്യം ഉണ്ടാവാൻ തന്നെ കാരണം ഇതാണ്. നമ്മൾ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പറയേണ്ടത് ഉണ്ണി മാത്രം വിചാരിച്ച് വന്ന സംഭവം അല്ല എന്നുള്ളത്. ബാക്കിൽ നിന്ന് ആരോ നമ്മൾ ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടോ, നമ്മൾ നമ്മളോട് ഉണ്ണീന്റെ വിഷയം ചോദിക്കുന്നവരോടൊക്കെ പറയേണ്ടത് ഉണ്ണീന്റെ അല്ല, ആരോ ബാക്കിൽ നിന്ന് പിരിയേറ്റി വിട്ടതാണ്. അപ്പം അങ്ങനത്തെ ഒരു സീനിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വിപിൻ എന്ന് പറഞ്ഞൊരു ഫാക്ടർ
ഉണ്ണിമൂന്തന് സൂക്ഷിച്ചോ എന്നുള്ളൊരു സീന് കുറച്ച് അധികം കാലമായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന്. ആ സൂക്ഷിച്ചോ എൻ്റെ ഒരു തോന്നൽ എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ അത്രയും ക്ലോസ് ആയി നിൽക്കുന്ന ഒരാളെ പറ്റി ആകുമ്പോൾ അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ ചിലപ്പോൾ ഉണ്ണിക്കും പറ്റിയിട്ടുണ്ടല്ലോ. ഉണ്ണിന്റെ ക്യാരക്ടർ അങ്ങനെ ആവും, ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കുന്നുണ്ടാവും. അപ്പൊ അത് തള്ളി പറയാൻ തോന്നിയിട്ടുണ്ടാവില്ല. പിന്നെ വേറെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ എല്ലാം വിപിൻ അങ്ങോട്ട് ചെയ്തു വെച്ചു എന്നുള്ളതും ഒരു പരിധി വരെ കട്ട് ചെയ്തിട്ട് ഒരു പകുതി പങ്ക് ഉണ്ണിമൂന്തനും കാണും. ചില കാര്യങ്ങൾ ഉണ്ണിമൂന്തൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും, പറഞ്ഞു ജയിച്ചിട്ടും ഉണ്ടാവും. അങ്ങനെയുണ്ട് ഇതിനകത്ത്. അല്ല, ആ ഒരു സൈഡും കൂടി നമ്മൾ പറയണം. അപ്പം അങ്ങനെ സാധനം ഉണ്ടാവും. ബട്ട് ഡെഫിനറ്റ്ലി ഉണ്ണിമൂന്തൻ ഇപ്പം ഇങ്ങനൊരു സിറ്റുവേഷനിൽ വരാൻ കാരണം പറ്റ കയ്യിൽ നിന്ന് പോയൊരവസ്ഥയിൽ കാര്യങ്ങൾ പോയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ ഒരു സ്വാതന്ത്ര്യം ഒക്കെ കഴിഞ്ഞു പോയിട്ട് ഉണ്ണിമൂന്തന്റെ കീ ഇയാളെ കയ്യിലെത്തണ പോലെ രൂപത്തിലെത്തിണ്ടാവും ചിലപ്പോ. ഇയാളുമായിട്ട് നിങ്ങൾ ഇന്നലെ ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്ത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതിൽ വളരെ മാന്യമായിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൽ വേറെ നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ ഒരുപാട് മീഡിയാസ് അല്ലെങ്കിൽ കുറേ പേര് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന അടി ഉണ്ടായിട്ടില്ല. ഇതൊരു അടി കേസായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ബിക്കോസ് അടി ഉണ്ടായിട്ടില്ല. ഞാൻ ആവർത്തിച്ചുകൊണ്ട് പറയാണ്, ആസ് എ വ്യക്തി എന്ന നിലയിൽ ഞാൻ ഇതുവരെ എന്നെ എൻ്റെ 22-ാം വയസ്സിലും 21-ാം വയസ്സിലും കണ്ട ആൾക്കാർ ഇവിടെ ഈ കൂട്ടത്തിലുണ്ട്. ചേട്ടാ, നമ്മൾ ആദ്യം പരിചയപ്പെടുമ്പോൾ എനിക്ക് 21 വയസ്സാണ്, ഇന്നിപ്പോൾ എനിക്ക് 38 ആവും. ഞാൻ പറഞ്ഞൊന്നും ഞാൻ നുണ പറയാറില്ല. മാത്രമല്ല, എനിക്ക് ചെയ്ത കാര്യങ്ങൾ സമ്മതിക്കാനും മടിയില്ല. അന്ന് ഉണ്ടായ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇയാൾ വരുന്നു, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, ഇയാൾ വരുന്നു. പുള്ളി ചെയ്ത കാര്യങ്ങൾ നമുക്ക് പൊറുക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് ഒരു സുഹൃത്ത് എന്ന നിലയിൽ എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു എന്ത് അവസ്ഥയിലാണ് ഇയാൾ ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നത്. എൻ്റെ സുഹൃത്തായ മറ്റു ഡയറക്ടർ പറഞ്ഞു ഇയാൾ ഓൾറെഡി അപ്പോളജറ്റിക് ആണെന്ന്. ഒരു ഹീറ്റഡ് ആർഗ്യുമെന്റിന്റെ ഭാഗമായിട്ട് ഇയാളോട് കൂളിംഗ് ക്ലാസ് ആണ്. ഞാനിപ്പോൾ ഇവിടെ നിങ്ങളോട് മുന്നിൽ കൂളിംഗ് ക്ലാസ് ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ യു വിൽ ഫീൽ ഇൻസൾട്ടഡ്, ബിക്കോസ് ഞാനൊരു സീരിയസ് കാര്യം സംസാരിക്കാൻ വരികയാണ്. നിങ്ങൾ ആ സൈക്കോളജിക്കൽ സാധനം മനസ്സിലാക്കുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേസ്, ഒരു ഹീറ്റഡ് ആർഗ്യുമെന്റ് ഞാൻ ഈ കൂളിംഗ് ക്ലാസ് വലിച്ചെറിഞ്ഞു. സത്യമാണ്, പുള്ളി പേടിച്ചിട്ട് കുറച്ച് നേരത്തിന് ശേഷം കരഞ്ഞിട്ട് പുള്ളി മാപ്പ് പറഞ്ഞ് പോയി. ഓക്കെ, അപ്പോൾ ഉണ്ണി തല്ലിയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മനോരമയിലും കുറേ ചാനലിലൊക്കെ ഈ കൈയിൻ്റെ മുകളിൽ ചുവന്ന കളറും മേത്ത് ചുവന്ന കളറൊക്കെ എവിടുന്ന് വന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ആ ചാനലുകൾക്കെതിരെ ഉണ്ണി ശരിക്കും എന്ത് ചെയ്യണം? ഇത് എവിടുന്ന് കിട്ടി എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ട് പോകണം. ഓക്കെ, ഇത് ആര് കൊടുത്തു എന്നുള്ളത് അതൊരു വിഷയം. ഞാൻ അവിടെ സൈഡിൽ വെച്ചത് ചാനൽ പറഞ്ഞു വെച്ചിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അല്ല, ഫോട്ടോ വരെ കൊടുത്തു ചാനലിനകത്ത് ഇത് ആര് കൊടുത്തു? ചാനലിന് ആര് കൊടുത്തു? അതാണ് ചോദ്യം. ചാനലുകാർ അത് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, മർദ്ദനമേറ്റ പാടുകൾ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആര് കൊടുത്തു? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അത് പറഞ്ഞാ, ഇനി ഇതിന്റെ CCTV വിഷ്വൽ നിങ്ങൾ കാണി, ഞാൻ അവിടെ പ്ലേ ചെയ്തിട്ടുണ്ട്. വിഷ്വലിനകത്ത് ഇയാള് ബേസിൽ യൂണിവേഴ്സ് കയറുന്നുണ്ട് കേട്ടോ. കണ്ണാടി വെച്ച് ഇങ്ങനെ നടന്നു വരും. ഉണ്ണിമൂന്തൻ തന്നെ കൈ കൊടുക്കാമോ കൈ കൊടുക്കില്ല, അപ്പുറത്ത് കൊടുക്കും. പൊട്ടനായിട്ട് ഇങ്ങനെ നിൽക്കുട്ടോ, സൈഡ് ബാഗും വെച്ച് കണ്ണാടി വെച്ച് ഇങ്ങനെ വന്നേ ഒരാളോട് അല്ലെങ്കിൽ സംസാരിക്കാൻ പോകുമ്പോൾ കൂളിംഗ് ക്ലാസ് വെച്ച് ഓൾറെഡി അറിയാം. അതാണ് ഇതിന്റെ മെയിൻ പോയിന്റ്. മാറ്റർ ഇതാണ് എന്നുള്ളത് അറിയാം. ഇത്രയും മാത്രമല്ല, ഇനിയിപ്പോ ഉണ്ണി അടിച്ചു എന്ന് വിചാരിച്ചോ, ഉണ്ണിന്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് പെട്ടെന്ന് ദേഷ്യം വരും എന്നൊക്കെ ഉള്ളത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയുന്ന ആളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചിലപ്പോ കിട്ടുന്ന അറിയണം. ഇതിനകത്ത് നോക്കിങ്ങള്, ഇതിനകത്ത് ഈ വിഷ്വലിനകത്ത് എവിടെയും കൈ കൊടുത്തു, കൈ പോലും കൊടുത്തില്ല. തിരിച്ച് വേറെ ബാക്കിലുള്ള ആൾക്കാണ് ഉണ്ണിമൂന്തൻ കൈ കൊടുത്തത്. മറ്റവനെ വിളിച്ച് സൈഡിൽ പോയി. ഒപ്പം ഉണ്ടായിരുന്ന മൂന്നാമത്തെ ഒരാൾ വേറെ മാറിയിരുന്നു. രണ്ടുപേരും ഒറ്റയ്ക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ ഒരു കാറിന്റെ സൈഡിലേക്ക് മാറി. ഈ വിഷ്വൽസിൽ എവിടെയും തല്ലുന്ന വിഷ്വൽസ് ഇല്ല. ഇനി പോലീസുകാരുടെ കയ്യിലുണ്ടോ ഇല്ലെന്ന് അറിയില്ല. പുറത്തൊന്നും കണ്ണിൽ കാഴ്ച മറയണവരെ സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടില്ല. ഇനി കാഴ്ച മറഞ്ഞതിന് ശേഷം CCTVയിൽ എവിടെയെങ്കിലും പോലീസുകാരുടെ കയ്യിൽ ഈ മർദ്ദനത്തിന്റെ വിഷ്വൽസ് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചിട്ട് പോലീസുകാര് ഹൈദർ അലീനോട് സംസാരിച്ച സമയത്ത്, ഹൈദർ ഭായിനോട് സംസാരിച്ചപ്പോൾ ഒരു പോലീസുകാരൻ പറഞ്ഞത് എന്താ, മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ഉണ്ട്, ഇല്ലാതെ നമ്മൾ വെറുതെ കേസെടുക്കില്ലല്ലോ എന്നുള്ള ചോദ്യമാണ് ആ പോലീസുകാരൻ ചോദിച്ചത്. ഞാനൊരു മർദ്ദന ദൃശ്യം ഉണ്ടെങ്കിൽ അത് പോലീസുകാർ പുറത്ത് വിടും? ഇല്ല, കോടതി പോകേണ്ട പ്രൂഫാണ്, അവർ പുറത്ത് വിടില്ല. അപ്പം മർദ്ദിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ കോടതിയിൽ അല്ലേ കേസ് മുന്നോട്ട് പോകുമ്പോൾ പുറത്ത് വന്നു. ഉണ്ണിമൂന്തൻ എന്താണെങ്കിലും ഓബിയസ്ലി എന്ത് പറയുന്നുണ്ട്, ഞാൻ മർദ്ദിച്ചിട്ടില്ല. മറ്റേ ആള് എനിക്ക് മർദ്ദനം കിട്ടിയിട്ടുണ്ട്. അത് രണ്ടും അവരുടെ വേർഷനാണ്. അവരെങ്ങനെ പറയൂ, തല്ല് കിട്ടി എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്താൽ തല്ല് കിട്ടിയില്ല എന്ന് ഒരിക്കലും പറയില്ലല്ലോ. കറക്റ്റ് തെളിവില്ലാത്തടത്തോളം കാലം അടിച്ചില്ല പറയുന്ന ആളും കൊണ്ടുവരുന്ന രണ്ടാളും വിശ്വസിക്കണം. രണ്ടാളെയും എന്താ പറയാ, വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, അങ്ങനെയും ചെയ്യാം. ഇനി കന്നഡയുടെ കാര്യം പറഞ്ഞാൽ ഞാൻ പറയാം. ഓൾറെഡി ഉണ്ണിമൂന്തൻ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് വളരെ ക്ലിയർ ആണ്. ഈ വ്യക്തി ഓൾറെഡി സംശയത്തിന്റെ നിഴലിലാണ്. ഈ വ്യക്തിയോട് വേറൊരു ഡയറക്ടർ സുഹൃത്ത് വിളിച്ചിട്ട് ഓൾറെഡി സംസാരിച്ചപ്പോൾ മാപ്പ് പറഞ്ഞതാണ്.
ഉണ്ണി മൂന്തൻ ഇവൻ്റെ ഫ്ലാറ്റിൽ വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഉണ്ണി മൂന്തൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും ഉണ്ണി മൂന്തൻ എന്ത് പറയാൻ വരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇവന് മുൻധാരണ ഉണ്ട്. അങ്ങനെ ഒരു സീരിയസ് വിഷയം വർത്താനം പറയാൻ വരുന്നവരെ മുന്നിൽ പോയി നിന്നിട്ട് കണ്ണടയും വെച്ചിട്ട് ആടുതോ അതിന് അത് പറ ചോദിക്കണ്ട മൂടെ ചോദ്യം. മാത്രല്ല അത്രയും വിശ്വസിച്ച് കൂടെ നിർത്തിയിട്ട് പണി തന്നതിന്റെ പ്രാന്തലാവും. അതും ഇപ്പൊ നേരത്തെ നിത്തുവായി പറഞ്ഞ മാതിരി ഇത്ര വർഷമായിട്ട് കൂടെ നിൽക്കുമ്പോൾ ഉണ്ണീന്റെ ആറ്റിറ്റ്യൂഡ് എന്താ, അതും അഗ്രഷൻ എന്താന്നുള്ളത് അറിയുന്ന ഒരാള് കണ്ണായിട്ട് മുന്നിൽ പോയിരുന്നിട്ട് എന്താ അടി അരുന്ന് വാങ്ങാൻ പോയതോ, എന്നാ തല്ലിക്കോ ചില തല്ല ആണെങ്കിൽ തന്നെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഒരാൾ കാര്യം പറയുമ്പോൾ ആള് കൂളിംഗ് ക്ലാസ് സൈഡ് ബാഗും കൂളിംഗ് ക്ലാസ് ഒക്കെ ആയിട്ടുള്ള പോക്ക് കണ്ടപ്പിക്ക് തോന്നി എന്താ പറയുക ഊട്ടിക്ക് ടൂർ പോകാൻ വിളിച്ചത് നമുക്കൊന്ന് കറങ്ങി വരാന്നൊക്കെ പറയുന്നുണ്ടാവും. ഈ ഇഷ്യൂ മറിച്ചിട്ട് വേറെ കൂടി കാര്യം പറയാം. ഓൾറെഡി ഒരു ഫീമെയിൽ സിനി ആർട്ടിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസം മുന്നേ തന്നെ വളരെ പോപ്പുലറായ വേറെ ഫീമെയിൽ സിനി ആർട്ടിസ്റ്റ് ഫെഫ്കേലോ എവിടെയോ ഒരു കംപ്ലൈൻറ്റ് ഇയാൾക്കെതിരെ എതിരെ ഉണ്ട്. ഇതൊരു റിപ്പീറ്റഡ് ഒഫൻസ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നത് ഫേസ് വാല്യൂവിൽ ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ, ദാറ്റ് ഈസ് എൻ്റെ അടുത്ത സുഹൃത്തായ ടോയിനോടെ പേര് പറഞ്ഞിട്ട് ഞാൻ ഇയാളുടെ സിനിമയെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ച് അടിച്ചു എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഒറിജിനൽ ഇഷ്യൂന്ന് ട്രാക്ഷൻ മാറ്റാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കഥയാണ്. അത് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ബിബിൻ ഈ PR വർക്കിന്റെ മാസ്റ്റർ മൈൻഡാണ്. ആടിനെ പട്ടിയാക്കുള്ള പരിപാടി നമ്മളതിന്റെ മാർക്കോന്റെ പരിപാടി മറ്റോടത്തെ പരിപാടി കാണിച്ചിട്ടാണോ അടിച്ചു വിട്ടത്. അല്ല ഈ ആള് വിചാരിച്ചിട്ടുണ്ടാവും ചിലപ്പോ ടോവിനോക്ക് ഉണ്ണിനേക്കാളും എന്തായാലും പടങ്ങളുണ്ട്, നല്ലോണം കയറി വരുന്നുണ്ട്, എന്നാലിപ്പം എല്ലാം മാറ്റി പിടിക്കാൻ. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, പ്രൊഫഷണൽ ജലസി പ്രൊഫഷണൽ റൈവററി ഉണ്ട്, അതൊരു കുറ്റം അത് ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഞങ്ങള് ചങ്കും കരലുമാണ്, ഞങ്ങള് അത്രയും കട്ടയാണെന്നൊന്നും പറഞ്ഞ് നടക്കാനൊന്നും പറ്റില്ല. ഒരാൾ ഡയറക്ടറും ഒരാൾ നടനൊക്കെ ആവണം, അല്ലാതെ 2 നടന്മാരാകുമ്പോൾ എന്തൊക്കെ ഇല്ല പറഞ്ഞാൽ ഒരു സൗഹൃദം കൂടിയിട്ടുള്ള ഒരു പ്രശ്നം സംഗതി എന്തെങ്കിലും ഉണ്ടാവും. പക്ഷെ ഈ പറഞ്ഞ പോലെ ചെറുതെന്തെങ്കിലും ആയിരിക്കും. അപ്പൊ അതിന്റെ മുകളിൽ പിടിച്ച് മുതലാക്കാൻ വേണ്ടി മറ്റോ എന്ത് ചെയ്ത് ആ കിട്ടിയ കൂട്ടത്തിൽ നിന്ന് ഇതെടുത്ത് അടിക്കാന്ന് പറഞ്ഞാൽ അടിച്ചു. ഞാൻ അത് കൃത്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, പക്ഷെ ഇനീഷ്യൽ സ്റ്റേജിൽ ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു കോൾഡ് വാർ സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് മേ ബി അത് അങ്ങനെ ആയിരിക്കാം എന്നും ഈ പ്രശ്നം പുറത്തു വന്നപ്പോൾ തോന്നി എനിക്ക്. മാത്രമല്ല ഫ്രണ്ട്സൊക്കെ ആകുമ്പോൾ നമ്മൾ വളരെ ഓപ്പൺ ആയിട്ട് നമ്മളെ കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ചില കാര്യങ്ങളൊക്കെ പറയലോ അതിന്റെ ഒരു പടം നമ്മളിവിടെ പടം തെറ്റുന്നല്ല എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. അതും ഇവർ ഇത്ര ഫ്രണ്ട്സ് ആയിട്ടിരിക്കുമ്പോൾ ഉണ്ണിമൂന്നൻ തന്നെ വിപിനോട് പറഞ്ഞിട്ടുണ്ടാവും ഓ ഓന്റെ പടം കണ്ടോ ടോവിനോന്റെ. അതന്ന് പറഞ്ഞത് ആരെ മനസ്സിലുണ്ടാവും, വിപിന്റെ മനസ്സിലുണ്ടാവും. തമാശയെങ്കിൽ നമ്മൾ പറയല്ലോ ചിലപ്പോൾ നല്ല പടം രണ്ടാമത് പോയി കണ്ടിട്ട് എങ്ങനെയുണ്ട് ടോവിന്റെ പടം എന്ന് കഴിയുമ്പോൾ എന്ത് പടം എന്നൊക്കെ ചിലപ്പോൾ പറയുമല്ലോ. അപ്പൊ പിന്നെ വിപിൻ ഉറപ്പിച്ച് ഇവന് മറ്റവനോട് നല്ല ദേഷ്യമാണ്, അപ്പൊ ഇതെടുത്തിട്ട് അടിക്കാം, അതിലിട്ട് പിടിക്കാം. അതാപ്പിടുത്തായിരിക്കും ഇത്. കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റഡ് ആണ്. പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ നിഷേധിക്കുന്നു. എന്നെ സംബന്ധിച്ച് നടന്ന കാര്യങ്ങൾ ഇതാണ്. ഇതൊരു വളരെ മോശപ്പെട്ട കാര്യം പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതുകൊണ്ട് അത് വിത്ത് പ്രൂഫ് പിടിക്കപ്പെട്ടു. ഇനി ഞാൻ ഈ പറയുന്ന ആൾക്കാർ ആരാണ്, ചുമ്മാ നിങ്ങളുടെ മുന്നിൽ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ടോപ്പ് എന്താ പറയുക ഏറ്റവും പ്രോമിനൻ്റ് ആയ ഹീറോയിൻസിന്റെ പേര് വെച്ചിട്ട് ഞാൻ അവിടെ ഇറങ്ങി പോകുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് അമ്മ അസോസിയേഷനിലേക്കും ഫെഫ്കയിലേക്കും ഫോൺ വിളിച്ച് ചോദിക്കാം ഇങ്ങനത്തെ പരിപാടി ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളുടെ വളരെ സാർ നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒരു ഫോൺ കോളൊക്കെ ഹൈദർ സാർ നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു, ഒരു പോലീസ് ഓഫീസറിന്റെ വോയിസ് ഒക്കെ പുറത്തു വിട്ടു. അങ്ങനെ പുറത്തു വിടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് എനിക്ക് ബെയിൽ പോലും എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഈ കേസിൽ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ വീഡിയോയിൽ എല്ലാവരും പലതും കണ്ടു കാണും, ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ ചോദിക്കുന്നത് ഒരു വിഷയം പോലും അറിയാതെ ഇങ്ങനെ അതൊരു പോലീസ് ഓഫീസർ ആയിരുന്നു എന്ന് പോലും എനിക്ക് സംശയമില്ല ഇപ്പോൾ. ബിക്കോസ് അങ്ങനെ പോലീസ് ഓഫീസർ ആണെങ്കിൽ ഇല്ലാത്ത കാര്യം എവിടുന്ന് കണ്ടു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ബിക്കോസ് എൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിയുന്ന കഥ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ചെയ്ത കാര്യം സമ്മതിക്കാൻ എനിക്കൊരു മടിയില്ല. ഒരു ബേസിക് റീസെർച്ച് എന്നൊരു സാധനം ഉണ്ടല്ലോ, എനിക്ക് നിങ്ങളിൽ നിന്ന് ചെറിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പുള്ളി ഫെഫ്കയിലെ മെമ്പർ പോലും അല്ല. ഒരു ബേസിക് റീസെർച്ചിന്റെ ഭാഗമായിട്ട് എല്ലാ ഇന്റർവ്യൂസിലും ഫെഫ്കയിലെ മെമ്പറാണെന്ന് പറയുന്ന ബ്ലേറ്റന്റ്ലി നുണ പറയുന്ന ഒരാളുടെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ എനിക്കറിയില്ല, എനിക്ക് നടനെ വിളിക്കേണ്ടി വന്നു. ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാത്ത ആളാണ്. ഞാനിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 2 ദിവസത്തിൽ ഈ പറയുന്ന ആൾക്കാർ എല്ലാവരും വന്നിട്ട് ഇതിന്റെ സത്യാവസ്ഥകൾ പറയും, എന്നെ ഇതിൽ നിന്ന് പുറത്താക്കും ഞാൻ വിശ്വസിച്ചു. ബിക്കോസ് ഇവരെല്ലാവരും എൻ്റെ ഒരു പോയിന്റിൽ വളരെയധികം അടുത്തുള്ള ഫ്രണ്ട്സ് ആയിരുന്നു. നോണ ലൈഫിൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ വിഷയത്തിൽ. പിറ്റേ ദിവസം തന്നെ പത്രക്കാരെ വിളിച്ചിട്ട്
പത്രക്കാരെ വിളിച്ച് പിന്നെ അമ്പലങ്ങളിലും ആൾക്കാർ കൂടുന്ന ഇന്റർവ്യൂലൊക്കെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്, അത് ഇങ്ങനെ പുറത്തിറങ്ങി വന്നോണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്റെ വിഷയത്തിന് മാത്രമല്ല കേട്ടോ, പല വിഷയങ്ങളിലും ഉണ്ണിമുന്തൻ എക്സ്പ്ലനേഷൻ കൊടുക്കാറ്. ഞാൻ ലൈഫിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാത്ത ഒരാളാന്നൊക്കെ പറയുന്നത് അതായത് ദാറ്റ് ഈസ് റാങ്. പിന്നെ ഈ ഒരു വിഷയത്തിൽ ടൊവിനോനോട് അങ്ങോട്ട് പോയിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യം മേ ബി ഇവൻ എടുത്തു വെച്ച ഈ ഒരു PR വർക്ക്, അതായത് ടൊവിനോൻ്റെ സിനിമ ഇഷ്ടമല്ല എന്ന് പറഞ്ഞൊരു സാധനം ഡെഫിനറ്റ്ലി ഞാൻ അതിന് വേണ്ടി പറഞ്ഞതായിരിക്കാം. ഓക്കെ, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ഈ പറഞ്ഞൊരു ഫാക്ടർ ഭയങ്കര. പല സ്ഥലങ്ങളിലും ഞാൻ ഈ ഇഷ്യൂവിനെ കുറിച്ച് ഞാൻ പേഴ്സണലി പലരെ വിളിച്ച് സംസാരിക്കുമ്പോൾ അയാൾ FK മെമ്പറാണ്, അയാൾ FK മെമ്പറാണ്, ഉണ്ണിമുന്തൻ എന്ന് പറയുന്നത് അയാൾ FK മെമ്പറേ അല്ല. അങ്ങനെ ഒരു നുണ എന്തിനാണ് വിപിൻ, അല്ലേ? നുണയാണെങ്കിൽ നമുക്കറിയില്ല, അവർക്ക് അറിയണ കാര്യം. അതെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരിക്കലും ഉണ്ണിമുന്തൻ വന്നിരുന്ന് ഇങ്ങനെ പറയില്ല. എനിക്കൊന്നും ഉണ്ണിയാണെങ്കിലും അത്ര ആൾക്കാരോട് പറയല്ലേ, അത് അന്വേഷിച്ചിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അതെ, അപ്പൊ FK മെമ്പർ അല്ലാത്ത ഒരാളെ FK മെമ്പർ എന്നുള്ള രീതിക്ക് പല സ്ഥലങ്ങളിലായിട്ട് പ്രസന്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഓൾറെഡി എനിക്ക് ഈ വിപിനെ നല്ല വടിക്ക കള്ളൻ, ഒന്നാം തരം കള്ളൻ, ആ സ്കീമാണ് എനിക്ക്. ഇതും കൂടി ആയപ്പോണ്ടല്ലോ കാട്ട് കള്ളൻ. അതാണ് എനിക്കുള്ള മൂഡ് ഇവനെ കുറിച്ച്. പിന്നെ ഹൈദർ അലി ഫോൺ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ ചോദിച്ച സീന് പോലീസുകാർ പറഞ്ഞു കൊടുക്കും. അത് ഉണ്ണിക്കറിയില്ലാണ്ടായിരിക്കും. അപ്പം നമ്മൾ പല കേസിലും ഞാൻ തന്നെ വീഡിയോ ചെയ്യുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യാറില്ലേ, നമ്മൾ പോലീസായിട്ട് സംസാരിക്കാറുണ്ട്. ചിലപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് ചിലപ്പോൾ നമുക്ക് പറഞ്ഞുതരാൻ പറ്റില്ല എന്ന് പറയും, ചിലപ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പോലീസുകാർ പറഞ്ഞുതരുമൊക്കെ ചെയ്യും കേട്ടോ. ഉണ്ണിക്ക് അങ്ങനെ ഇടപെട്ടുള്ളൊരു കുറവാണ്ടായിരിക്കാം. കാരണം ഹൈദർക്കൊക്കെ ആണെങ്കിലും നമ്മളൊക്കെ ഹൈദർ അലി എന്ന് പറയുന്നത് സീനിയറായി റിപ്പോർട്ടർ ചാനലിൽ പല വിഷയങ്ങളും കൈകാര്യം ചെയ്ത ഒരാളാ. അപ്പൊ അയാൾക്ക് പോലീസുകാരുടെ കേസൊക്കെ അയാൾക്ക് അത്രയും ബന്ധങ്ങൾ കാണും പോലീസിൽ. ഈ ഉണ്ണി പറയുന്ന പോലെ പോലീസുകാരനെ തന്നെയാണോ? അങ്ങനെ ഹൈദർ അലിക്ക് പോലീസുകാരനെ അല്ലാത്ത ഒരാളെ ഡമ്മി കൊടുന്ന് ഇരുത്തിയിട്ട് അതിനകത്ത് സംസാരിക്കേണ്ട ആവശ്യമൊന്നും ഹൈദർ അലിക്കില്ല. കാരണം അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഹൈദർ അലി എന്ന് പറഞ്ഞ വ്യക്തിയുടെ റെപ്യൂട്ടേഷനാണ് അവിടെ പോവുക. സംഗതി അയാളെ കുറെ ആൾക്കാർ ട്രോളും കളിയാക്കും, പരിപാടിയും ഹൈഡ്രോളിൽ നിന്നൊക്കെ വിളിച്ചാലും ആള് ഈ പരിപാടിയിൽ ആള് പുലിയ, ഈ വിഷയങ്ങളിലെ ആള് പുലിയാണ്. അപ്പോ ന്യൂസ് കണ്ടുപിടിക്കാനാണെങ്കിലും അത് സമ്മതിച്ചു കൊടുക്കണ്ട, അതല്ല അവരുടെ പണി. അപ്പൊ അങ്ങനെ സീനിയർ ആയിട്ടുള്ള ഒരാളെ ഇങ്ങനെ വന്നിരുന്നിട്ട് അതിനോട് അല്ലേ, അതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. കാരണം അത് നിങ്ങളെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്ക് ആണ്. മുകുന്ദന്റെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് ആയിരിക്കണം, ചിലപ്പോൾ അത്രമാത്രം അറിയുന്നുണ്ടാവില്ല. ഇപ്പൊ നമ്മളൊക്കെ ഇപ്പോ നിന്റെ കൂടെ നടന്നിട്ടാണെങ്കിലും നമ്മൾ ഇത് അറിയുന്ന കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് അതിർക്കാനൊക്കെ അത്ര അറിയുണ്ടാവുക. ഇയാൾക്ക് പറയാൻ ചാൻസ് കുറവായിരിക്കും. ഇയാൾക്ക് ഹൈദരലിനെ അറിയാം, പക്ഷെ ആ വിഷയം അതായത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് അങ്ങനെ പോലീസുകാർ പറഞ്ഞു കൊടുക്കും. പോലീസുകാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എത്രയോ വട്ടം പോലീസുകാരുടെ വോയിസ് ഒക്കെ പുറത്ത് വന്നതുമാണ്. എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രശ്നം എന്താണ്? എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രശ്നം ഞാൻ ആരോട് എന്ത് ചെയ്തു എന്നാണ് ഈ പറയുന്നത്. ഇതിലുണ്ടായ എല്ലാവർക്കും, സാധാരണ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എനിക്ക് വേറെ രീതിയിൽ വന്നു. ഞാനത് ഫേസ് ചെയ്തു. ഞാൻ കേരളത്തിൽ നിന്ന് തന്നെ നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ കോടതിയിൽ പോയിട്ടുണ്ട്, മീഡിയയുടെ മുന്നിൽ വന്നിട്ടുണ്ട്, ഓരോ ചോദ്യത്തിന് ഉത്തരം നിന്നിട്ടുണ്ട്. ഞാൻ എവിടെയാണ് ഓടിപ്പോയത്? എന്താണ് എൻ്റെ ലൈഫിലുണ്ടായ പ്രശ്നങ്ങൾ? ഉണ്ണിമുന്തൻ സാധാരണ ഒരു സിനിമാക്കാരനെ പോലെയല്ല. അയാൾക്ക് ഈ ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്യുന്നത് ഭയങ്കര പാടാണ്. ബിക്കോസ് അയാളെ പേരിൽ കെട്ടിവെച്ചിട്ടുള്ള രാഷ്ട്രീയം, അയാളുടെ പേരിലേക്ക് കൊണ്ടുവന്ന് വെച്ച മതത്തിന്റെ ഒരു തീവ്രത, അയാളിലേക്ക് വെച്ചിട്ടുള്ള ഒരു ഹെയ്റ്റ്, അതൊക്കെ മാത്രമല്ല. എനിക്ക് ഭാഗത്ത് ഞാൻ മനസ്സിലാക്കി എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത് ഫ്രണ്ട്സ് ഇല്ല, അയാൾ ഒറ്റപ്പെട്ടിട്ടാണ് ചിന്തകളും. പിന്നെ അയാൾ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരാളെ പോലെ തോന്നുന്നുണ്ട്. ആൾക്കാരെ കണ്ണടച്ചങ്ങോട്ട് വിശ്വസിക്കുന്നവരെ കണ്ണടച്ച് വിശ്വസിക്കും. ആ വിശ്വസിക്കുന്നവര് വളരെ ചുരുക്കം ചിലരായിരിക്കും. വലിയ ഫ്രണ്ട്സ് സർക്കിൾ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവാൻ പറ്റുന്നുണ്ടാവും, അവരെ വിശ്വസിക്കാൻ പറ്റാത്ത ആളുകൾ. അങ്ങനത്തെ ആളുകളെ തെരഞ്ഞെടുത്ത് ഇയാളെ വിശ്വസിക്കും. ബാക്കിയുള്ളവരൊന്നും വിശ്വാസമില്ല. ട്രസ്റ്റ് ഇഷ്യൂസ് എല്ലാം കുറെ ആളുകളായിട്ട് ഇയാൾക്ക് ഉണ്ട് തോന്നുന്നു. പിന്നെ ബാക്കി സിനിമാ നടന്മാർ കീപ്പ് ചെയ്യുന്ന പോലത്തെ ഒരു ടൊവിനോ, ബേസില്, അങ്ങനെ ഒരുപാട് ആ യൂണിവേഴ്സ് തന്നെ കുറെ ആൾക്കാരുണ്ട്. ചിലപ്പോൾ ജെന്യുവൻ ആയിട്ടുള്ള ആളായിട്ടായിരിക്കണം ഇപ്പോൾ സംസാരിക്കണത്. ഞാനൊരു മെച്ചപ്പെട്ട ആളാരാന്ന് പറഞ്ഞു ഇങ്ങനത്തെ രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് ഉണ്ണിമുന്തനോട് ഒരു ദേഷ്യം മാത്രമേ വരുള്ളൂ. വേറെ കാര്യമുണ്ട്, ഇയാള് വന്ന വഴി അത്ര മോശം. അതാലോചിച്ചിട്ടായിരിക്കും. മാർക്കോല ഡയലോഗ് ഉണ്ടല്ലോ, ഏത് എല്ലാ ചെന്നായ്ക്കളും കൂടി കൂട്ടം കൂടി അടിക്കാതാണ്. സ്ട്രഗിൾ ചെയ്ത് കയറി വന്ന ആളാകുമ്പോൾ നമ്മൾ ഈയൊക്കെ എളുപ്പം കൊണ്ട് കയറി വന്നല്ലേ എന്ന് നോക്കുമ്പോൾ ചൊറിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. അത് എനിക്കും അയാൾ ആ സംസാരത്തിനും കേട്ടപ്പോൾ എനിക്കും തോന്നിയത്. അയാളെ ഇന്റർവ്യൂ ഒക്കെ നേരത്തെ നമ്മൾ ഏജിന്റെ കാര്യത്തിൽ എടുത്ത് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ, 21 വയസ്സിൽ നിങ്ങൾ എന്നെ കണ്ടതാണ്, ഇപ്പൊ എനിക്ക് വയസ്സ് 38. സോ അയാളെ സ്ട്രഗിൾ ആണാ പറയുന്നത്.
സോ അത്രയും വില ഇല്ലാതെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ദേഷ്യം വന്നു വരും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിമുന്തൻ ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും പ്രതികരിച്ച് പ്രശ്നങ്ങൾ വള്ളി പിടിക്കുന്ന ഒരാളാണ്. പക്ഷെ പ്രതികരിക്കേണ്ട, ഞാൻ അത് നമ്മളയാളെ ഉപദേശിക്കാൻ ആളല്ല, പക്ഷെ അയാൾ പ്രതികരിക്കേണ്ട രീതി വേറെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെന്തറിയോ, പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരുണ്ടാവില്ല, അതാണ് പ്രശ്നം. ഒപ്പുള്ളത് ഈ ഇവനെ പോലുള്ള ആൾക്കാരാവും. അപ്പൊ അവര് പ്രതികരിക്കാൻ ഉള്ള സാഹചര്യത്തിൽ പ്രതികരിക്കേണ്ടെന്ന് പറയില്ല, പോയി പ്രതികരിച്ചോ, ആളപ്പോ നമ്മളെ കഴിഞ്ഞത് കയറി ഇപ്പോഴേ അങ്ങനെ പറയണ തിരിച്ചു കയറ്റി വിട്ടിട്ടുണ്ടാവും. അങ്ങനെ വിട്ടിട്ടുള്ള പണികള് പഠിച്ചാണ് ഇപ്പൊ മനസ്സിലായത് ഒപ്പുള്ള ഒരു പണിയാണ്. അതിന്റെ ഒരു ഷോക്കും ഉണ്ടാവും. ഇത്രയും കൂടെ ഇങ്ങനെ എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ട് ഇപ്പൊ എനിക്കിട്ട് പണി തരുന്നില്ലെന്ന് അറിയുമ്പോൾ ഒരു ഷോക്കും ഉണ്ടാവും ഇയാൾക്ക്. ഈ ബിബിന്റെ ഒരു സാധനം ഉണ്ട് കേട്ടോ. എൻ്റെ ഭാഗത്ത് പൂർണ്ണമായി ശരിയുള്ളതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുത്തത്. ഒരു വാക്ക് തർക്കമാണെന്നുണ്ടെങ്കിൽ, ഒരു വാക്കാലുള്ള സംഭവമാണെങ്കിൽ ആരും കേസിന് പോവില്ല. അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം വ്യക്തമാണ്, CCTVയിലെല്ലാം പതിഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന പോലെ എനിക്കുണ്ടായ ദുരനുഭവം എന്ന് പറയുന്നത് എൻ്റെ ഇപ്പം ഒരടിയാണല്ലോ 10 അടിയാണെന്ന് പറഞ്ഞാലും എനിക്കുണ്ടായ എന്നെ ആക്രമിക്കാൻ വന്നതാണ്, ആക്രമിക്കുന്ന മോട്ടീവിൽ വന്നതാണ്. അതെന്നെ വളരെ ഷോക്കായി. ഞാൻ ആ ട്രോമയിൽ ഇതുവരെ മാറിയിട്ടില്ല. ഇതൊരു 2 മണിക്ക് മിനിഞ്ഞാന്ന് 2 മണിക്കാണ് ഒരു ചാനലിൽ ഇത് വന്നത്. ഒരു ന്യൂസ്, ഒരു പോസ്റ്ററും അതിൻ്റെ ഒരു വാർത്തയും, ചെറിയൊരു ബിറ്റ്. അതായത് പോലീസ് CCTV പരിശോധിച്ചു, അതിനകത്തൊന്നുമില്ല, അതുപോലെ എൻ്റെ പരാതി നിലനിൽക്കുന്നില്ല എന്നുള്ളൊരു എന്ന് പോലീസ് എന്ന് പറഞ്ഞാണ് വാർത്ത കൊടുത്തത്. അത് പൂർണ്ണമായ അടിസ്ഥാനരഹിതമാണ്. കാരണം ഇത് 2 മണിക്ക് ഇത് ഒരു എയർ ചെയ്യുന്നു. അന്ന് 6 മണിക്കാണ് CCTV പോലീസുമായിട്ട് എൻ്റെ ഫ്ലാറ്റ് നടന്ന് പരിശോധിക്കുന്നത്. ഞാനും ഈ പോലീസ് ഓഫീസറും എല്ലാവരും സൈബർ ടീമും എല്ലാം സെക്യൂരിറ്റി റൂമിൽ പരിശോധിക്കുന്നത് 6 മണിക്കാണ്. അതെങ്ങനെയാണ് 6 മണിക്ക് പരിശോധിക്കുന്ന സാധനം 2 മണിക്ക് വന്നു. അപ്പോൾ ഈ ഉച്ചതൊട്ട് എനിക്കെതിരെയുള്ളൊരു അറ്റാക്കിംഗ് തുടങ്ങി. ഈ ഒരു വാർത്ത ഏറ്റവും കൂടുതൽ പ്രചരിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വന്നു. കാരണം ഞാനൊരു വ്യാജ കേസാണ് കൊടുത്തത് എന്നുള്ള രീതിയിൽ എനിക്ക് സൈബർ സ്പേസിലും ഫോണിലൂടെയാണെങ്കിലും എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഞാൻ ഇപ്പോഴും എനിക്കത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. എനിക്ക് ഇന്ന് വരെ ഒരു പോലീസിലും ഒരു പെറ്റി കേസ് പോലും ഇല്ല. ഉണ്ണിമൂന്നൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പുള്ളിയുടെ ഹിസ്റ്ററി നോക്കിയാൽ പുള്ളിക്ക് ഒരു മിസ്ബിഹേവിയർ സ്വഭാവം ഓൾറെഡി ഒരു ഹിസ്റ്ററി ഉള്ള മനുഷ്യനാണ്. സൈബർ അറ്റാക്ക് ഒന്നും പറഞ്ഞു സൈബർ അറ്റാക്കിലൊക്കെ ഈ വിഷമിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ PR അടിച്ച് സൈബർ അറ്റാക്ക് തന്ന് അതിൻ്റെ ഒരു ഡെപ്ത് അനുഭവിച്ചവർക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവും, അവരുടെ ഫാമിലിക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവും. അനക്കൊരു ഇത്തിരി കിട്ടിയപ്പോ ഞങ്ങൾക്ക് പൊളിഞ്ഞല്ലേ. അല്ല മാത്രല്ല, ഞാൻ എന്താ അറിയോ, ഞാൻ വിചാരിക്കണതേ കർമ്മ. അതെ, കർമ്മ തിരിഞ്ഞു വരുവാ. ഇനിയിപ്പോ അതല്ലാതെ ഇനി നേരെ തിരിച്ചു വന്നാലും നിങ്ങൾ എന്നൊക്കെ എത്ര തെരുവ് വിളിച്ചു വന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇവന്റെ മുഖത്ത് ഇവന്റെ ആ കാട്ട് കള്ളത്തര എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു പൂച്ചക്കുട്ടി നിക്കണവരെ നിക്കണത് അതന്നെ ഉണ്ണിമൂന്നനെ കുറ്റം പറയണേ. അതെ, എന്നിട്ട് അതാ രസം. ഞാൻ മാത്രല്ല അവരുണ്ടെന്ന് ജഗദീഷ് പറഞ്ഞ മാതിരി എന്റെ പേരില് കേസൊന്നും ഇല്ല, ഉണ്ണിമൂന്നന്റെ പേര് നിങ്ങൾ നോക്കി അറിയാം കുറെ കേസ്. മനസ്സിലായോ? മിസ്ബിഹേവ്. ആ പൂച്ച ഇരിക്കണവരെ ഇരിക്കുന്ന സംസാരിക്കണ അതന്നെ കാട്ട് കള്ളത്തരാണ്. അതായത് ഇൻഡസ്ട്രിക്കകത്ത് അണക്കൊരു അടി കിട്ടിന്ന് പറഞ്ഞപ്പോ ആഘോഷിച്ചവരുടെ എണ്ണാണ് കൂടുതലും. കാരണം എന്താ പറയാ, ഈ ചെയ്തു വെച്ച പരിപാടി കൊടുത്തത് അത്രമാത്രം ആൾക്കാർക്ക് ഈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ PR ചെയ്തിട്ട് പല കുടുംബങ്ങളിലും ഈ പറഞ്ഞ സ്വസ്ഥത ഇല്ലാത്ത അവസ്ഥ എത്തിച്ചു കൊടുത്ത് എൻ്റെ PRിങ്ങും കമൻറ്റിങ്ങും കൊണ്ടും എൻ്റെ ടീംസിൻ്റെ പ്രശ്നം കൊണ്ടും ഒരുപാട് അനുഭവിച്ച ആളുകളുണ്ട്. മനസ്സിലായോ? അവരൊക്കെ സഫർ ചെയ്തതിൻ്റെ ഒരു വേദനേൻ്റെ ഒരു പൊടി അപ്പോഴത്തേക്ക് അനക്ക് കിട്ടിയപ്പോഴത്തേക്ക് രസം എന്താ അറിയോ, എനിക്കെതിരെ PR, അത് ഇവനെതിരെ PR ആണെങ്കിൽ ആരാ ചെയ്യണ്ടേ? ഉണ്ണിമൂന്തന്റെ PR ആയിട്ടുണ്ടായിരുന്ന ആരാ? ഇവൻ പോയിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ണിമൂന്തൻ വേറെ PR വയ്ക്കുക. ആരവൻ കൊള്ളാന്നല്ലേ. ഇനിയിപ്പോ ഇത്രയും ഈ ഒരു ഫീൽഡിൽ നിൽക്കണ ഇയാൾക്ക് അറിയില്ല ഇയാൾക്കെതിരെ ആരാ PR ചെയ്യണം. ഇവൻ എവിടെ എത്തി? ഇവൻ ടൈംസ് നൗ വരെ എത്തി. ഒന്നുമില്ലാതിരുന്ന ഒരാള് അല്ല, ഉണ്ണിമൂന്തനെതിരെ ഈ വിഷയത്തില് ഇയാളല്ലേ മറ്റാളല്ലേ? അല്ല, ഇവൻ ഇന്ത്യ ചാനൽ വരെ എത്തിയത് എന്തിന്? ഇന്റർവ്യൂ കൊടുക്കാൻ. ഉണ്ണിമൂന്തൻ എപ്പോഴും ഇവിടെ നാട്ടുകാരുടെ മുന്നിൽ പല ഭാഷയിലും തെറി വിളിക്കാൻ പഠിപ്പിച്ചത് ഇയാളാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അയ്യോ, അതെന്താണെങ്കിലും കൊള്ളാം. ഈ വിഷയം 2-ാം തീയതി നാളെ AMMയും ഫെഫ്കൊക്കെ ചർച്ച വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാം പറഞ്ഞു കോംപ്ലിമെന്റ്സ് ആക്കുവോ അതോ അവസാനം പറഞ്ഞ എല്ലാരും ശശിയായിട്ട് ഒരു വലിയ വലിയ വിഷയങ്ങൾ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഉണ്ണിമുകുന്ദന്റെ ഒരു ക്യാരക്ടർ വെച്ച ആൾ അങ്ങനെ തോള് കേട്ട് പോകും. അത് മാത്രല്ല, ഉണ്ണി മുകുന്ദൻ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താ കിടക്കണ അറിയോ? നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ചിലപ്പോ തമാശക്ക് ടോവിനോന്റെ ഏതെങ്കിലും പടത്തിന്റെ കാര്യം പറഞ്ഞപ്പോ എല്ലാരെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഫ്രണ്ട്സ് ആയിട്ടിരിക്കുമ്പോ നമ്മള് ഇപ്പൊ ഞാനും നിങ്ങളും തന്നെ ക്യാമറ ഇല്ലാത്ത നമ്മള് പ്രൈവറ്റ് സ്പേസിൽ നമ്മളെല്ലാരും പോണ ഈ കാറിനകത്ത് ആരൊക്കെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞ് പച്ചർച്ച് തിന്നും ഞങ്ങൾ സംസാരിക്കാറുണ്ട്. സംസാരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്തും സ്ഥലത്തും പലതും സേവ്ഡ് ആയിരിക്കും. കാരണം ഇപ്പൊ ഡിജിറ്റൽ ആണ് എല്ലാം. ചിലപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചപ്പോൾ ഒരു വോയിസ് ആയിരിക്കും. ഇപ്പൊ എനിക്ക് നിങ്ങളൊരു റീല്
നമുക്ക് അറിയണ ഒരു ഫ്രണ്ടിന് റീൽ അയച്ചു തരുമ്പോൾ ഞാൻ ചിലപ്പോൾ റിപ്ലൈ ഏതാ ഈ കൂമൻ, അതെ. ഇത്ര മതി. ഇത് നാളെ ഞാനും ചിത്തുമായി തെറ്റിക്കഴിഞ്ഞാൽ ഇവൻ അവനെ കുറിച്ച് അന്ന് അയച്ച മെസ്സേജ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മളെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ടാവും പിന്നീട്. ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ നാളെ എടുത്തിട്ട് ഉപയോഗിക്കണം. അത് ഉപയോഗിക്കാൻ സാധ്യത ഉണ്ട്. കാരണം വിപിനാണ് അവിടെ ബോള് വിപിന്റെ കോർട്ടിലാണ് അവിടെ. കാരണം ഉണ്ണിമൂന്തന്റെ അങ്ങനത്തെ വല്ല സാധനങ്ങളും അല്ലെങ്കിൽ കഥകളും വിപിന്റെ ഉണ്ടെങ്കിൽ അത് ബാധിക്കാൻ പോണത് ആരെ? ഉണ്ണിമൂന്തനെയാണ്. മനസ്സിലായോ? അവിടെ വിപിനൊരു സീനും ഇല്ല. വിപിൻ അവിടെ സേഫാണ്. എന്താണെങ്കിലും നാളെ കണ്ടറിയാം അല്ലേ ഇതാണ് പരിപാടീസ് എന്നുള്ളത്. രാത്രി ഞാൻ പാണ്ടിക്കാട് കുഞ്ഞാന്റെ അടുത്ത വിഷയമായിട്ട് വരാം.